ഉണ്ടാവും. 4 വണ്ടി ഉണ്ടാവും. 5 ഒക്കെ കൂടിയ ചാർജ് അല്ലേ? റീചാർജ് ചെയ്താൽ 10 മിനിറ്റ് 1/4 മണിക്കൂർ വെയിറ്റ് ആക്കണം. പെട്ടെന്നാവില്ല. 2 ട്രാക്ക് അല്ല, 2 ആകുമ്പോൾ കുറച്ച് ലേറ്റാവും. ഫസ്റ്റ് ഉണ്ടെങ്കിൽ 60, ഇല്ലെങ്കിൽ 130. കുറഞ്ഞ ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. 130 ഓട്ടൊന്നുമില്ല. നെക്സ്റ്റ് ഒന്നുമില്ല, മോള് പോയി പറക്കലായിരിക്കും. അതല്ല എത്തിന്. പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ചെറിയ വണ്ടി കൊണ്ടൊന്നും ഈ റോഡിലൂടെ അങ്ങനെ കളിച്ചു. ചെറിയ വെഹിക്കിളിനാണ്. അതെ, ഫാസ്ടാഗ് ഇപ്പോൾ നമ്മൾ ഫാസ്ടാഗ് ഇതല്ലേ, ഫസ്റ്റ് ഇപ്പോൾ പോകുമ്പോൾ 60 രൂപ കൊടുക്കേണ്ടി വരും. ഒരു സൈഡിൽ 60 രൂപ ആണെങ്കിൽ 60 രൂപ കട്ടാവും. അതേ 24 മണിക്കൂർ തിരിച്ചു വരികയാണെങ്കിൽ അത് 30 രൂപ ഉണ്ടാവും. 30 രൂപ. അതെല്ലാവരുടെയും ഒരേ റൂൾസ് ഇല്ലേ? എല്ലാവരുടെയും ഒരേ റൂൾസ്. ഫാസ്ടാഗിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ഓക്കെ, 24 മണിക്കൂർ. പക്ഷേ ഇത് എവിടെ പോകണമെങ്കിൽ നമ്മൾ എത്ര ലോങ് പോയിട്ട് വന്നാലും പോകുന്ന ടോലെല്ലാം അതായിരിക്കും കൊടുക്കുന്നതിൻ്റെ പോകുന്ന നേരത്ത് അതിൻ്റെ അമൗണ്ട് അത് കണ്ടാവും. തിരിച്ചു വരുമ്പോൾ 24 മണിക്കൂറിൽ അത് പാസ്സാവണമെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും നേരെ. ഓക്കെ. പൈസ ആണെങ്കിൽ 130 വരുമ്പോൾ 130 കൊടുക്കും. കൂപ്പൺ തരും. പണ്ട് കൂപ്പൺ കട്ടിയല്ലോ പണ്ടവരുടെ. കൂപ്പണൊക്കെ തരും. കൂപ്പൺ നമുക്ക് പോകാൻ പറ്റില്ലോ. പിന്നെ നൈസ് റോഡിന് എല്ലാവരും സംഭവമുണ്ട്. വണ്ടിയുടെ പെട്രോളോ ഡീസലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡീസല് അതിൻ്റെ അമൗണ്ടെല്ലാം അവർ തരണം. എവിടെ ഇപ്പോൾ ഈ ഹൈവേയിൽ വണ്ടി നിന്നാൽ അവരുടെ ഇതുണ്ടാവില്ല, അവർക്ക് കോളേജിൽ മതി. ആലപ്പാട് അവരെത്തണം. എല്ലാവരും വണ്ടി പോകണേ ടോ എല്ലാവരും ചെയ്യും. എല്ലാം അവരതായിരിക്കും. അതാണ് ഹൈവേയിൽ വണ്ടി നിന്നാൽ ഡീസൽ തീർന്നു എന്ന് വെച്ചാൽ ഡീസൽ നമ്മൾ ഫില്ല് ചെയ്യണ്ടല്ലേ? ഇല്ല, അവർ ഫില്ല് ചെയ്യും. 5 ലിറ്ററോളം അവർ തരും. അവർ ഇതിന് തരണം. പിന്നെ വേണമെങ്കിൽ വണ്ടി ഡീസൽ തീർന്നു വെച്ചാൽ 5 ലിറ്റർ ഡീസൽ തരും. ഈ സർവീസുകാരോട് എത്രയാ? ഇവിടെ കുറഞ്ഞ ദൂരേ ഉള്ളൂ. നമ്മളെ ടോള് കഴിഞ്ഞിട്ട് 2-3 കിലോമീറ്റർ ആയിട്ടാണ് ഇവിടെ പോകുന്നത്. 130 കുറച്ച് ജാസ്തി.